ഇവിടെ ഒരു നാട്ടിൽ ഷൂട്ടിംഗ് നടക്കുന്നത് കാണാൻ വേണ്ടി അവിടെയുള്ള ആളുകൾ മുഴുവൻ അവിടെ തടിച്ചു കൂടുന്നു. എന്നാൽ നായകൻ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ചുറ്റുമുള്ള ആളുകളെല്ലാം സന്തോഷത്തോടെ അവന്റെ പേര് വിളിച്ച് ഒരു പയ്യൻ ഹീറോയെ വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും ഹീറോ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന ചെറിയ പയ്യനാണെങ്കിൽ വളരെ മോശമായ രീതിയിൽ ആളുകളുടെ മുന്നിൽ വെച്ച് ഹീറോയെ ഓരോ വാക്കുകൾ വിളിക്കുന്നു. ആളുകളുടെ മുന്നിൽ നാണം കെട്ട് ഹീറോ വാനിന്റെ അകത്തേക്ക് കയറിയതും ആ സീനിൽ പാരന്റ്സായി അഭിനയിക്കാൻ വേണ്ടി രണ്ടുപേരെ ആവശ്യമുണ്ട്. എന്നാൽ ആ പെൺകുട്ടി നാട്ടിലുള്ള ആരെങ്കിലും തേടാൻ വേണ്ടി അവിടെയുള്ള കുറച്ച് പയ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവൾ അവരോട് ആ പയ്യന്റെ അച്ഛനെ തന്നെ ചൂണ്ടിക്കാണിച്ച് അതേപോലെയുള്ള ഒരാളെയാണ് വേണ്ടതെന്ന് പറയുന്നു. എന്നാൽ അവനും അച്ഛനും അത്ര നല്ല ടേംസിൽ അല്ലാത്തത് കാരണം അവൻ അച്ഛനെ വിളിക്കാതെ മറ്റാരെങ്കിലും വിളിക്കാൻ ചെല്ലുന്നു. എന്നാൽ അതിനിടയിൽ തന്നെ ആ പെൺകുട്ടിയും ഡയറക്ടറും ആ പയ്യന്റെ അച്ഛനെ തന്നെ കാണാൻ ചെന്ന് ഒരുപാട് കെഞ്ചി വിളിച്ച് ഒരു വിധേന അയാളെ കൊണ്ട് ഓക്കെ പറയിപ്പിക്കുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചതും ഹീറോ അഭിനയിക്കുന്ന ശൈലി ഡയറക്ടറിന് ഇഷ്ടപ്പെടാതെ ഒരുപാട് ടേക്ക് എടുത്ത് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഡയറക്ടർ ഹീറോയോട് അഭിനയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കോപ്രായ്മ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ ചുറ്റുമുള്ള ആളുകളെല്ലാം ഇത് കേട്ട് പൊട്ടിച്ചിരിച്ച് ആകെ നാണം കെട്ടവൻ ആ പയ്യന്റെ അച്ഛനും അവിടെ നിന്നും ചിരിക്കുന്നത് കാണുന്നു. ദേഷ്യത്തോടെ ഹീറോ അവന്റെ അടുത്തേക്ക് ചെന്ന് എന്താ ചിരിക്കുന്നേ, എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയുമെങ്കിൽ അതൊന്ന് കാണിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ നീ അഭിനയിച്ചാൽ മാത്രമേ ഞാൻ ഇനി ബാക്കി അഭിനയിക്കൂ എന്ന് പറഞ്ഞ് ഹീറോ വാശി പിടിച്ചത് കാരണം ഡയറക്ടർ അയാളോട് ഒന്ന് വെറുതെ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞ് ഒരു വിധേന അയാളുടെ സമ്മതം വാങ്ങുന്നു. എന്നാൽ വെറുതെ അഭിനയിക്കാൻ പോയ വ്യക്തി ചുറ്റുമുള്ള ആളുകളെ മുഴുവൻ അമ്പരിപ്പിച്ച് വളരെ മികച്ച രീതിയിൽ അഭിനയിച്ച് അവിടെയുള്ള ആളുകളെല്ലാം സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ വീണ്ടും നാണം കെട്ട് അവിടെ നിന്നും കാറും എടുത്തു പോകുന്നു.